ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏത് അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത് അത് ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ദാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രതിഫലമല്ല. ദാനം എന്ന് പറയുന്നത് കൊടുക്കുന്ന വ്യക്തിക്ക് എന്നോട് ദയ തോന്നിക്കൊണ്ട് തരുന്നതായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ദാനം. അങ്ങനെയെങ്കിൽ പിതാവാം ദൈവം സഭയ്ക്ക് കൊടുത്തുമായിരിക്കുന്ന 7 ദാനങ്ങൾ, 7 ഗിഫ്റ്റ്സ്. അതിന് മറ്റൊരു പേരൂടെ കൊടുക്കുവാൻ സാധിക്കും. ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്കൽ ഗിഫ്റ്റ്. എൻ്റെ സ്വഭാവത്തിൽ നിന്ന് സ്വഭാവമാണ്. അതിനങ്ങനെ ഒരു പേര് വരുവാൻ കാരണമുണ്ട്. ജന്മസിദ്ധമായോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്നിൽ കൂടെ വെളിപ്പെട്ടതോ ആയതായിരിക്കുന്ന ഗിഫ്റ്റുകളായിരിക്കും ഇത് പ്രധാനമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഗവേണിംഗ് ആണ്. കാരണം ഭരണം ഇതിനകത്തുണ്ട്, മറ്റ് പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനനുസൃതമായിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പിതാവാം ദൈവം സഭയ്ക്ക് കൊടുത്തുമായിരിക്കുന്ന ദാനങ്ങളാണ് 7 ദാനങ്ങൾ. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് കൊടുത്ത ദാനം വായിച്ചാട്ട് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം വേഴ്സ് 8 to 10. അതാണ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനം 9 കൃപാവരങ്ങൾ. അതിന് നമ്മൾ കൊടുക്കുന്ന പേര് കൃപാവരങ്ങൾ. 9 കൃപാവരം ദൈവം സഭയ്ക്ക് കൊടുക്കപ്പെട്ടു. പക്ഷെ ഈ കൃപാവരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തിക്കും അത് സ്വന്തമായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുവാൻ സാധ്യമല്ല.